ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ വ്യക്തമാവും CPM-ന്റെ വോട്ട് ബാങ്ക് എങ്ങനെ ഇറോഡായി. കഴിഞ്ഞ തവണ ആരിഫിന് ചേർത്തല മണ്ഡലമാണ് വിജയം സംഭാവന ചെയ്തതെങ്കിൽ ഇത്തവണ ആ ചേർത്തല മണ്ഡലത്തിലടക്കം, കാരണം CPM-ന്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ചേർത്തലയിലടക്കം വന്നിട്ടുള്ള മാറ്റം അതിൻ്റെ സൂചനയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ, കൊല്ലം മണ്ഡലത്തിൻ്റെ കണക്ക് ഞാൻ എടുത്തു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനുമായി നോക്കുമ്പോൾ CPM-ന് ഏകദേശം 2 ലക്ഷം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പുള്ള കണക്ക് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല. കാരണം ശബരിമല വിഷയം CPM തന്നെ വിലയിരുത്തിയതാണ്. ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ, രാഹുൽ ഗാന്ധി വന്ന വിഷയമെല്ലാം കൊണ്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ചിലർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ 2021 അസംബ്ലിയുടെ കണക്കെടുക്കുമ്പോൾ അവിടെ നിന്ന് CPM എത്രത്തോളം താഴോട്ട് പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ BJP-യിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണെങ്കിലും ഇവിടെ CPM അല്ലെങ്കിൽ BJP വളരാനുള്ള സാഹചര്യം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. പിണറായി വിജയന്റെ നിലപാടുകൾ തന്നെയാണ് ആ നിലയിലേക്കുള്ള BJP-ക്ക് ഒരു ആക്സെപ്റ്റൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം മറന്നുകൊണ്ട് BJP ഉയർത്തുന്ന, മുന്നോട്ട് വെക്കുന്ന ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ അതേ മറുമരുന്നുമായി നിൽക്കുന്ന നിലപാടുകൾ പ്രത്യക്ഷത്തിൽ തന്നെ അരോചകമായി തോന്നുന്ന CPM-ന്റെ ക്യാമ്പയിൻ രീതിയാണ് ഈ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് ആപൽക്കരമാണ്. തൃശ്ശൂരെ പരാജയം സ്വാഭാവികമായി നിങ്ങളുടെ സംശയം ഉയരുന്ന കാര്യമാണ്. ശരിയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോയെന്ന് പറയുമ്പോൾ 10,000 വോട്ടിന് ആണ് 3-ാം സ്ഥാനത്ത് പോയേക്കുന്നത്. 9,000 ഇഷ്ടം വോട്ടിന് 3-ാം സ്ഥാനത്ത് പോയി. പക്ഷെ തൃശ്ശൂർ എന്താ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം CPM വോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ, കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM-ൽ നിന്ന് UDF-ലേക്ക് വന്ന വോട്ട് മാറി സുനിൽകുമാറിന്റെ പഞ്ചായത്തിലടക്കം BJP ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്നിടത്ത് പോലും BJP ലീഡ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിന്റെ ഷിഫ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ സ്വാഭാവികമായി അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന ഒരു പ്രതീതി വന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പലതും ഭിന്നിച്ച്, അല്ലെങ്കിൽ അവനൊരു കൺസോളിഡേറ്റഡ് വോട്ടിംഗ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് തോന്നുന്നു. അവിടെ വലിയ ആശയക്കുഴപ്പമായിരുന്നു. സുനിൽ ജയിക്കുമെന്നുള്ള ഫീല് വന്ന് അന്നേരം കുറച്ച് പേര് സുനിലിന് വോട്ട് ചെയ്തു. കെ മുരളീധരൻ ആ നിലയിലേക്ക് നേരത്തേക്കാൾ അല്പം വോട്ട് കുറഞ്ഞു. ഈ ഒരു ടൈറ്റ് കോൺടെസ്റ്റിൽ ഇതിൽ വലിയ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹം ആശയക്കുഴപ്പത്തിലാകുകയും അവരുടെ വോട്ട് ഭിന്നിച്ചതും കൂടെ കാരണമാണ് ആ നിലയിലേക്ക് അവിടെ പരാജയപ്പെട്ടത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, CPM തകരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷേ CPM-ന്റെ നയങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരത്തെ തകർത്തുകൊണ്ട് നമ്മുടെ ഒരു മതേതര കാഴ്ചപ്പാടിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് BJP വളരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അത് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. എന്താണേലും മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയും RSP ഇപ്പോൾ ഞങ്ങളെല്ലാം പരിഹസിച്ചുകൊണ്ടിരുന്നത് നിയമസഭാ പരാജയത്തിൻ്റെ പേരിലാണല്ലോ. 0 കിട്ടിയ പാർട്ടി എന്തെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഇവിടുന്ന് വന്ന് തോറ്റിരിക്കുമല്ലോ. എന്താണേലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവിടെ RSPയും CPM ഒക്കെ കേരളത്തിൽ ഒരുപോലെ ആയല്ലോ. ഞങ്ങൾക്ക് 1, CPM-ന് 1 ആ നിലയിൽ മാറിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കൊല്ലത്ത് 65,000 വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് പോൾ ചെയ്തത്. 65,000 വോട്ട് കുറവ് പോൾ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലയോ, കഴിഞ്ഞ തവണത്തേനേക്കാൾ ഞങ്ങൾക്ക് എൻ്റെ കണക്കുണ്ട്, ഭൂരിപക്ഷം അത് തന്നെയാണെങ്കിലും 65,000 പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ 60,000 വോട്ട് BJPക്ക് കൂടി. 1,20,000 വോട്ട് CPM-ന് കുറഞ്ഞപ്പോൾ 60,000 വോട്ട് പോൾ ചെയ്തില്ല, 60,000 വോട്ട് BJPക്ക് കൂടി.
അല്ല, അവർക്ക് ഇനിയും തോന്നിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാനൊക്കുന്നത്? ഇനിയും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, ഇനിയും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള നിലയിൽ പോവുകയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അവരുടെ കേഡറിനെ എന്താണ് CPM BJP മോഡി ഭക്തും പിണറായി ഭക്തും തമ്മിലുള്ള എന്ത് വ്യത്യാസം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം? ഒന്ന് ഇടതുപക്ഷം എന്ന പേരിൽ ഈ പിണറായി ഭക്തന്മാരായി മാറുന്ന ഇതാണ് അതിൻ്റെ ദുഷ്കരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു CPMന്റെ നേതാവ്, DYFIയുടെ ഒരു നേതാവ് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ UPയിലുള്ള ജനങ്ങളുടെ പ്രബുദ്ധത പോലും തൃശ്ശൂരെ ജനങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതാണ്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾ 5 ജയിക്കുമെന്ന് വിചാരിച്ച നിരാശയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കൊള്ളരുതായ്മയൊക്കെ നടന്നിട്ടും നിങ്ങൾ പിണറായി വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതും അവർക്ക് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ ഈ ഭക്തർ മാറിയിട്ട് രാഷ്ട്രീയം ഇവിടെ ഇല്ലാതാകുന്നു. മോഡി ഗ്യാരണ്ടി അടക്കം മോഡി എന്ന് പറഞ്ഞെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഇത് പിണറായി എൻ്റെ തല എൻ്റെ ഫുൾ ഫ്രെയിം, എൻ്റെ തല എൻ്റെ ഫുൾ ഫ്രെയിം അല്ലേ ഇത് രണ്ടുപേരുടെയും നിലപാടുകൾ. പിന്നെന്താ വ്യത്യാസം? അതിന് ഏറ്റ തിരിച്ചടിയാണെന്ന് സമ്മതിക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് നല്ലതാണോ എന്ന് അവർ പരിശോധിക്കണം.